മുക്കിടി നാക്കിടി നിറനാഴി അളന്നുകൂടി. കുടിക്ക് മക്കളെ, കുടിക്ക്, എല്ലാവരും കുടിക്കുക, കുടിച്ച് സന്തോഷിക്കുക. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ബാറുകളുടെ പ്രവർത്തന സമയം 10 മണി എന്നുള്ളത് 12 മണി വരെ ആക്കിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടത്തുന്നതിനോടൊപ്പം നമ്മളുടെ റേഷൻ കടകളുടെയും സ്കൂളുകളുടെയും സമയം വെട്ടിക്കുറക്കണമെന്ന് എൻ്റെ ആഗ്രഹം, എൻ്റെ ഒരു അഭിപ്രായമാണ്. നമ്മുടെ റേഷൻ കടകളുടെയും സ്കൂളുകളുടെയൊക്കെ സമയം വെട്ടിക്കുറക്കണം. കുറച്ചിട്ട് അതൊരു 3 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ മതി. എന്തിനാന്ന് വെറുതെ തുറന്നു വെച്ചിട്ട്, വേറെ പണിയൊന്നുമില്ല. അല്ല, എന്തായാലും ഇതിപ്പോൾ ഞാൻ എൻ്റെ ആലോചിച്ചപ്പോഴേ, നമ്മൾക്ക് നമ്മുടെ നാടിന് ആവശ്യമുള്ള എന്താണോ അതിൻ്റെ സമയം ഇപ്പോഴും ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഷിഫ്റ്റ് ആക്കണം, 24 hours വർക്ക് ചെയ്യണം. കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കയറി കുടിച്ചിട്ട് ഇറങ്ങിപ്പോരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. എങ്കിലേ നമ്മുടെ നാട് നന്നാവുള്ളൂ. എങ്ങോട്ടൊക്കെ ഇനി പോകണമല്ലേ? 10 മണിക്ക് വീട്ടിൽ കയറുന്നവൻ ഇനി 12 മണിയായാലും വീട്ടിൽ കയറത്തില്ല. അതാണ് അതിലും വലിയ കോമഡി. ഇനി 10 മണിക്ക് വീട്ടിൽ കയറിക്കൊണ്ടിരുന്നവൻ ഇനി 12 മണിയായാലും വീട്ടിൽ കയറത്തില്ല. അല്ല, ഇതിൻ്റെയൊക്കെ ദുഃഖവും ദുരിതമൊക്കെ അനുഭവിക്കാൻ പോകണം ആരാന്നറിയോ? സത്യം പറഞ്ഞ ആരാണെന്നറിയോ? റോഡിൽ കൂടി പോകുന്ന മര്യാദക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ആളുകളും പിന്നെ ഈ കുടിക്കാനായിട്ട് 12 മണി വരെ ബാറിൽ കുത്തിരിക്കുന്ന ആളുകളുടെ വീട്ടിലെ പെണ്ണുങ്ങളുമാണ് ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, ബാറിൽ കയറി അടിക്കുന്നവൻ ബാറിലിരുന്ന് ഫോണൊക്കെ നോക്കി പതുക്കെ ബെഗൊക്കെ പിടിപ്പിച്ചിട്ട് ബാറടക്കും 10 മണിക്ക്. അതുകൊണ്ട് അവൻ വീട്ടിൽ പോകും, എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ ചെല്ലും. ഒരു 10, 10:30, 11 മണിയോട് വീട്ടിൽ ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ സ്വാഭാവികമായിട്ടും ഭാര്യ ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തിട്ട് ഒരു 12 മണിക്കുള്ളിൽ അതുങ്ങൾ കിടന്നുറങ്ങാം. കാരണം അതുങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടു ജോലിയൊക്കെ ചെയ്ത് വെച്ചും കിടന്നുറങ്ങാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്തായാലും മുമ്പ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴല്ലേ. ആ സമയത്ത് ബാർ അടക്കുന്നത് കൊണ്ടാണ് പലരും വീട്ടിൽ വരുന്നത്. ഇനിയിപ്പോൾ അതെന്തായാലും നടക്കത്തില്ല. എൻ്റെ പ്രിയ സഹോദരിമാരെ, അമ്മമാരെ, ഇനി നിങ്ങളുടെ വീട്ടിൽ ബാറിൽ പോയി കുടിക്കുന്ന ആണുങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ രാത്രി 2 മണിക്ക് പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ നിങ്ങളിനി ഒരിക്കലും അവരെ 10 മണിക്കും 9:30ക്കും പ്രതീക്ഷിക്കേണ്ട. ബാറിൽ പോയി കുടിക്കുന്നവർ പതിയെ ഫോണിലെ റീൽസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് പതിയെ കുടിച്ച് 12 മണി 1 മണിയായിട്ട് പതുക്കെ വീട്ടിലോട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്താഴം വിളമ്പുന്നത്, അത്താഴത്തിന് അരിയിടുന്നത് നിങ്ങൾ താമസിച്ചിട്ടാൽ മതി. കാരണം നിങ്ങൾ അത്താഴത്തിന് അരിയിട്ടാലും കഴിക്കുമ്പോൾ 1 മണി രാത്രിയാവും, പുലർച്ചെയാവും. അതുകൊണ്ട് പതിയെ അരിയിട്ടാൽ മതി. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഉറക്കം ഇല്ല, നിങ്ങൾ ഉറങ്ങണ്ട, നിങ്ങളുടെ ഉറക്കം പോയി. പിന്നെ രണ്ടാമത്, വാഹനങ്ങൾ ഓടിക്കുന്നവർ, വണ്ടി ഓടിക്കുന്നവർ, ഈ 10 മണി കഴിഞ്ഞ് 10 മണി വരെ ബാർ അടച്ചിടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബാറിൽ പോയി അടിക്കണവന്മാർ എന്തായാലും 10 മണിക്ക് മുമ്പ് ചേക്കേറുന്നത് കൊണ്ട് എവിടെയെങ്കിലും പോയി സെറ്റാവും. ഒന്നെങ്കിൽ അടി സെറ്റായിട്ട് എവിടെയെങ്കിലും വീഴും, അതല്ലെങ്കിൽ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ടെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ എത്തും. ഒരു കാര്യം പറയാം, ബാറിൽ പോണവരാരും ഓട്ടോയിൽ പോകുന്നില്ല. അങ്ങനെ എത്ര പേര് പോകുന്നുണ്ട് ബാറിൽ പോകുന്നവർ, ഓട്ടോ വിളിച്ച് പോയിട്ട് തിരിച്ചു വരുന്നവർ. അതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമില്ല, അതൊക്കെ വർക്കൗട്ട് ആകത്തില്ല. സ്വന്തം വാഹനത്തിൽ പോയിട്ട് വരുന്നവരേ ഉള്ളൂ. 9 മണി കഴിഞ്ഞാൽ മക്കളെ ഒരു വണ്ടി, പ്രൈവറ്റ് ബസ്സോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളോ KSRTC ബസ്സോ ഒന്നും കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഒരു വണ്ടിയും കിട്ടത്തില്ല. സ്വന്തം വാഹനത്തിൽ പോയിട്ട് വരേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 10 മണി മുതൽ 12 മണി വരെ കുത്തിരിക്കുന്നവന് അവൻ്റെ വീട്ടിൽ ചേക്കേറണമെങ്കിൽ, വീട്ടിലെത്തണമെങ്കിൽ സ്വന്തം വാഹനത്തിൽ പോയിട്ട് വരണ്ടേ? ഈ അടിച്ച് ഫിറ്റായിട്ട് പോകുന്നവൻ ഈ പാരാത്രി ഏതെങ്കിലും വണ്ടി കടി പോയി കഴിഞ്ഞാൽ നഷ്ടമാർക്കാണ്. പോട്ടെ, ഇവനാരെങ്കിലും നെഞ്ചത്തോട്ട് കയറി കഴിഞ്ഞാൽ നഷ്ടമാർക്കാണ്. ഞാൻ പറഞ്ഞത്, എൻ്റെ പൊന്നു ബാറുകാരെ, നിങ്ങളെ ബിസിനസ്സിനെ തടസ്സപ്പെടുത്തിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന പോലെ കുറേ നാളായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹമായിരുന്നില്ല, പിന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ ഒടുങ്കോലിടുകയോ ഒന്നുമല്ല ഞാൻ ചെയ്ത ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വരും വരാഴികൾ ഞാൻ പറഞ്ഞതാണ്. ബാറിൽ പോയി കുടിക്കുന്നവർ 12 മണി വരെ 1 മണി വരെ ഇരുന്നോട്ടെ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അത് കൊടുക്കുന്നത്, കാശ് മേടിച്ചിട്ട് അവർക്ക് സാധനം കൊടുക്കുന്നതും ബാറ് തുറക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, മേടിച്ച് കുടിക്കുക എന്നുള്ളത് അവരുടെ ഇഷ്ടം. ഇവരുടെ 2 കൂട്ടരെ നടുക്ക് നിന്ന് ഇതിൻ്റെ വിഹിതം പറ്റുന്ന ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടം. അതിനകത്ത് നമ്മൾ ഇടപെടുന്നില്ലേ. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ റേഷൻ കടയുടെ, അതുപോലെ തന്നെ സ്കൂള്, നമ്മളുടെ ഹോസ്പിറ്റലുകൾ, ഇങ്ങനെയുള്ള നമ്മൾക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പ്രവർത്തിക്കുന്ന സമയം കഴിവതും വെട്ടിച്ചുരുക്കണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അതാണ്, വെട്ടിച്ചുരുക്കണം. വെറുതെ എന്തിനാണ് അതൊക്കെ തുറന്നു വെച്ചിട്ട്, അല്ലേ? രാത്രി 2 മണി വരെ അല്ലെ 12 മണി വരെ റേഷൻ കട തുറന്ന് വെക്കുമെന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലേ, അതൊരു സന്തോഷമാണ്. 12 മണിക്കും ചെന്ന് അരി കിട്ടുന്ന ഒരു നാടാണ് എൻ്റെത് എന്ന് പറയാൻ നമുക്കൊരു അഭിമാനമാണല്ലേ. 12 മണിക്കും ചെന്നാൽ എൻ്റെ നാട്ടിൽ അരി കിട്ടും.
എൻ്റെ ഗവൺമെൻറ് അരി തരും. പക്ഷെ അതാർക്കും വേണ്ട. ഇതിപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവരെന്നെ പൊങ്കാലിടും, എനിക്കറിയാം. എന്നെ തെറി പറയുമെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് കുടിക്കുന്ന ആളുകൾ, കുടിക്കുന്ന ബാറിൽ പോയി കുടിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും ഇത് കേൾക്കണേ പറയും നിനക്ക് നിൻ്റെ കടിയാടാൻ ചോദിക്കും. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ, 12 മണിക്ക് റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഒരു വികസനം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലേ? 12 മണിക്കും ബാറിൽ പോയ സാധനം കിട്ടുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അത് നാശത്തിലേക്കുള്ള വഴിയാണ്, അതോ നന്മയിലേക്കുള്ള, അല്ലെങ്കിൽ നന്മ തിന്മ പോട്ടെ, വികസനത്തിലേക്കുള്ള വഴിയാണ്. നമ്മളുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾക്ക്, ഒരു കൂലിപ്പണിക്കാരന് ഒരു ദിവസം കിട്ടുന്ന വേതനം എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. 1000 രൂപയ്ക്ക് പണി ചെയ്യുന്നവന്, അവൻ മദ്യപിക്കുന്ന ആളാണെങ്കിലും, മദ്യപാനം എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും, ഞാൻ മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുകയല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്കും ഈ കഷ്ടപ്പാടിനും 2 പെഗ് അകത്ത് ചെന്നാലേ ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ, ശരീരം ക്ഷീണം മാറ്റിയിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുകളാണ് ഭൂരിഭാഗം പേരും. അത് തെറ്റല്ല, അതൊരിക്കലും അതിനെ തെറ്റായിട്ടും പറയുന്നില്ല. ഒരാളുടെയും കഴുത്തേ കയറിയില്ല എങ്കിൽ വീട്ടുകാരുടെ പോലും, അല്ലെങ്കിൽ ഒരു നാശനഷ്ടമോ ഒരു പ്രശ്നമോ ഒരു കുറ്റകൃത്യമോ ഒന്നും ചെയ്യാതെ മാന്യമായിട്ട് ജോലിയെടുത്ത് മാന്യമായിട്ട് കുടുംബം നോക്കിയിട്ട് ആവശ്യമുള്ളത് മേടിച്ച് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവന് പെഗ് അടിച്ചാലോ അല്ലെങ്കിൽ ഡെയിലി കഴിച്ചാലോ ഒന്നും അതൊരു തെറ്റല്ല. അതിന് തെറ്റായിട്ട് പറയുന്നില്ല. അത് ഗവൺമെൻറ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കാൻ വേണ്ടി തന്നെയാണ്, കുടിക്കാൻ വേണ്ടി തന്നെയാണ്. അതൊരു തെറ്റായിട്ടും പറയുന്നില്ല, അത് തെറ്റായിട്ട് എടുക്കാൻ വേണ്ട, അത് ആ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു ദിവസം 1000 രൂപ വേതനം കിട്ടുന്ന ആൾക്ക് 2 പെഗ് അടിച്ചിട്ട്, അവൻ്റെ ശരീരക്ഷീണം മാറ്റാനായിട്ട് 2 പെഗ് അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ആഹാരം കഴിച്ചിട്ട് മാറിക്കിടന്ന് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇന്നില്ല. കാര്യം എന്താ അറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നവൻ്റെ പകുതി ശമ്പളം കൊടുത്താലേ ഒരര മേടിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഒരര മേടിക്കാൻ പറ്റുള്ളൂ. ഇത്രയും നികുതി ചുമത്തുന്ന വേറെ ഒരു മേഖലയുമില്ല, വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. ഇത്രയും നികുതി ചുമത്തി ജനങ്ങളെ പിഴിയുന്ന, കുടിക്കുന്നവര് കുടി നിർത്താനോ അല്ലെങ്കിൽ കുടി കുറക്കാനോ ആയിട്ടാണ് ഈ പറയുന്ന തരത്തിലുള്ള നികുതി കൂട്ടി വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം നമ്മൾക്കറിയാം, ഓരോ ദിവസവും പറയുന്ന കാശ് കൊടുത്ത് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ കുടിയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മദ്യത്തിന് വില കയറ്റിയതെന്ന് ഒരു ന്യായവും ആരും പറഞ്ഞുകൊണ്ട് വരരുത്. മദ്യത്തിന് വില കയറ്റി അല്ലെങ്കിൽ മദ്യത്തിന് ഇത്രയും വില കൊടുത്ത് മേടിക്കേണ്ടി വരുന്ന ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. പക്ഷെ ഈ ചെയ്യുന്ന പ്രവണതയ്ക്ക്, ഇങ്ങനൊരു ഇത്രയും നികുതി കൊടുത്ത് ഇത്രയും പണം കൊടുത്ത് മദ്യം മേടിച്ച് കുടിക്കുന്നവൻ വെറും കൂലിവേലക്കാരനാണ് എന്ന് ഈ ഭരണകർത്താക്കൾ മനസ്സിലാക്കണം. അവൻ്റെ കുടുംബത്ത്, അവൻ്റെ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക്, മക്കൾക്ക് കിട്ടേണ്ട പൈസയാണ് അവൻ്റെ വീക്ക്നെസ്സിൽ, അവൻ്റെ ഈ ഒരു വീക്ക്നെസ്സിൽ കയറി പിടിച്ചിട്ട് ഗവൺമെൻറ് മേടിച്ചുകൊണ്ട് പോകുന്നത്. സത്യമല്ല ഞാൻ പറഞ്ഞ? എല്ലാവർക്കും അറിയാം, 2 അടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്നവൻ രാവിലെ മുതൽ വൈകുന്നേരം പകലന്തിയോളം കഷ്ടപ്പെടുന്നവൻ 2 പെഗ് അടിച്ചോട്ടെ, അവൻ അടിച്ചോട്ടെ, അവൻ്റെ ശരീര ക്ഷീണം മാറട്ടെ. അതിന് അവൻ ജോലി എടുക്കുന്ന പൈസ നിന്ന് ഒരു ശതമാനം മാറ്റി വെച്ചാൽ അത് തെറ്റില്ല. അത് കുടിക്കുന്നവരെ ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷെ അവൻ്റെ ആ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അതിന് ലോകത്തെങ്ങും ഇല്ലാത്ത നികുതി ചുമത്തിയിട്ട് ആ പണം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണ് ഗവൺമെൻറ്. കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ആ വ്യക്തികൾക്ക് നിങ്ങൾ ചൂഷണം ചെയ്ത് മേടിക്കുന്ന, അവൻ്റെ വീക്ക്നെസ് ചൂഷണം ചെയ്ത് മേടിക്കുന്ന പണം നിങ്ങൾ ചെയ്യുന്നത് അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അവൻ്റെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾക്ക് മറിക്കേണ്ട പണമാണ് അവൻ്റെ വീക്ക്നെസ്സിലൂടെ നിങ്ങൾ മേടിച്ചെടുക്കുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം ആ പണം മുടക്കാനായിട്ട് 10 മണി വരെ സ്വാഭാവികമായിട്ടും ബാറോ അല്ലെങ്കിൽ ബിവറേജോ കാര്യങ്ങളോ 9-10 മണിയാകുമ്പോൾ അടക്കുമായിരുന്നു, അല്ലേ? 7 മണിക്ക് 7 മണി 7:30ക്ക് ഒരു ജോലിയും കഴിഞ്ഞ് വരുന്നവൻ ഒരു കുപ്പിയും മേടിച്ചിട്ട് വന്നിച്ചും ഒരെണ്ണം പിടിപ്പിച്ചിട്ട് കിടന്നാൽ അവൻ 9:30-10 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു 2 മണി 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ വെളുപ്പിന് എഴുന്നേക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ തന്നെയാണ് മദ്യപിക്കുന്നവർ, അല്ലേ? പക്ഷെ ഇനി നടക്കാൻ പോകണമെന്ന് അറിയാം. ഇനി 7 മണിക്ക് ഈ പറയുന്ന മദ്യം മേടിച്ചുകൊണ്ട് വരുന്നവൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അവൻ അടിച്ചയച്ചും പതുക്കെ കഥയൊക്കെ പറഞ്ഞ് ഫോണൊക്കെ നോക്കി വെച്ച് 9:30-10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങേണ്ട സമയമാകുമ്പോൾ അവൻ്റെ അടിച്ചതിൻ്റെ കെട്ടുവിടും. അവൻ വീണ്ടും ബാറിലോട്ട് പോകും. കാരണം ബാർ ഓപ്പണാണ്. പ്രശ്നം അവിടെയാണ്. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോകും. അവൻ്റെ വീട്ടിൽ അവൻ 1000 രൂപ കിട്ടുന്നവൻ 500 രൂപ എടുത്ത് അമ്മയ്ക്ക് കൊടുത്തിട്ട് 500 രൂപ അവൻ മിച്ചം വെച്ച് അവൻ വെള്ളം അടിക്കാൻ വേണ്ടി എടുത്തെങ്കിൽ, കുപ്പി മേടിക്കാൻ എടുത്തെങ്കിൽ, ആ കെട്ട് കിട്ടി കഴിയുമ്പോൾ അവൻ ആ കൊടുത്ത പൈസ മേടിച്ചിട്ട് പോകും ബാറിലോട്ട്. കിട്ടാതിരിക്കുന്നത് കൊണ്ടായിരുന്നു പലപ്പോഴും രാത്രി 10 മണി കഴിഞ്ഞ് പലരും പോകാതിരുന്നത്. ഇപ്പം കിട്ടും, ഇനി പോകും, ഇനി പോയി മേടിക്കും, അല്ലേ?
അപ്പോൾ ദ്രോഹമാണോ ചെയ്യുന്നത്, അതാ നന്മയാണ്? ഇതൊക്കെയാണ് വികസനം. ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കിത് പറയാം. ഞാൻ ഈ ഇന്ത്യയിൽ ഇവിടെ ജനിച്ചു വളർന്ന ഒരു പൗരനാണ് ഞാൻ. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പൗരനാണ്. എനിക്കിത് പറയാം. അതിന് അവകാശമുണ്ട്. ഞാൻ ഒരു വ്യക്തിനെ പേരെടുത്ത് പറയുകയോ ഒരു വ്യക്തിനെ താറടിച്ച് കാണിക്കുകയൊന്നുമല്ല. എനിക്ക് എൻ്റെ കണ്ണിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. കാരണം ബിവറേജ് അല്ല നമുക്കിവിടെ സമയം നീട്ടി കിട്ടേണ്ടത്. ബാറിന്റെ സമയമല്ല നമുക്കിവിടെ നീട്ടി കിട്ടേണ്ടത്. നമുക്ക് നീട്ടി കിട്ടേണ്ടത് നമ്മുടെ സ്കൂളുകളുടെയും കോളേജുകളുടെയും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഈ പറയുന്ന പോലെ നമ്മുടെ ആശുപത്രികളുടെയും നമ്മുടെ റേഷൻ കടകളുടെയും പിന്നെ ഈ പറയുന്ന പോലെ സമയമാണ് നമുക്ക് നീട്ടി കിട്ടേണ്ടത്. ഏതൊരു സാധാരണക്കാരനും ജോലിയും കഴിഞ്ഞ് കയറി വരുന്നവന് രാത്രി 9 മണി വരെ ജോലി ചെയ്തിട്ട് ഓടിക്കയറി വരുമ്പോൾ അവൻ്റെ വീട്ടിലേക്ക് റേഷൻ മേടിക്കാൻ അപ്പോഴായിരിക്കും അവന് പൈസ കിട്ടിയത്. വൈകുന്നേരത്തെ കൂലി കിട്ടിയത് ചിലപ്പോൾ 9 മണി രാത്രി വരെ പണിതിട്ടായിരിക്കും കിട്ടിയത്. ആ പണിക്കൂലിയുമായിട്ട് വരുമ്പോൾ അവൻ ഓടിച്ചെന്ന് മേടിക്കാൻ റേഷൻ കട ഉണ്ടാകണം ഇവിടെ രാത്രി 12 മണി വരെ. കൊടുക്കാൻ പറ്റുമോ ഗവൺമെൻറ്? കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം അഭിമാനമായിരിക്കും. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും മലയാളികൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾക്കൊരു ഗവൺമെൻറ് ഉണ്ടെന്നും ഞങ്ങളുടെ നാട്ടിൽ പട്ടിണി കിടക്കണ്ട 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റേഷൻ കടകളുണ്ടെന്നും സ്കൂളുകളുണ്ടെന്നും. സ്കൂൾ അപ്പം പറയും എന്താ കൊച്ചു പിള്ളേർ 12 മണിക്കാണോ പഠിക്കേണ്ടത്? എബ്രഹാം ലിങ്കനൊക്കെ രാത്രി ഇരുന്ന് പഠിച്ചിട്ട് ലൈറ്റിന്റെ കീഴിലിരുന്ന് പഠിച്ചിട്ടാണ് പ്രസിഡന്റായി പഠിച്ചിട്ട്. അതുപോട്ടെ അറിയാം, നമ്മളിത് തമാശക്ക് പറഞ്ഞാണെങ്കിലും സത്യമാണ്. നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, നമ്മളുടെ ഇപ്പോൾ ഈ സ്കൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇത് വെറുതെ തമാശക്ക് പറഞ്ഞതല്ല. വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങിയ എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ? എത്ര ആളുകളുണ്ട് ഒന്ന് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ? അവർ ജോലി കഴിഞ്ഞ് 6 മണി 6:30 7 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ട് അവർക്കൊന്ന് തുടർന്ന് പഠിക്കണമെന്ന് തോന്നിയാൽ പോകാൻ ഇവിടെ ഇരിക്കുന്ന സ്കൂള് കോളേജ് എല്ലാം പ്രൈവറ്റായിട്ട് നടക്കുന്ന കാശ് മേടിച്ച് നടത്തുന്നവർ പോലും 8 മണിയാകുമ്പോൾ കട്ടയമടം മുടക്കിയിട്ട് അവർ വീട്ടിൽ പോകും അല്ലേ? അവിടെ ഇവിടെയായിട്ടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അല്ലാതെ ഒന്ന് തുടർന്ന് പഠിക്കണമെന്ന് തോന്നുന്നവന് ഒരു 8 മണിക്ക് ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരു 11 മണി വരെ പഠിച്ചിട്ട് വരാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടാകും. അതുണ്ടാക്കി കൊടുക്കണം. മനുഷ്യന് ബോധവും വിവരവും വിദ്യാഭ്യാസവും വരുമ്പോഴേ നാട് വികസിക്കുള്ളൂ, കാലം മാറുള്ളൂ അല്ലേ? അപ്പോഴേ വികസനം ഉണ്ടാവുള്ളൂ. തോന്നിയവാസം കാണിക്കാനായിട്ട് രാവിലെ 10 മണി മുതൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ കുടിച്ചത് പോരാഞ്ഞിട്ട് ഇനി 12 മണി വരെ കുടിക്കണമെന്ന് പറയുന്നത് അത് ഒരു തലമുറ, ഒരു നാടിനെ ഇരുട്ടിലേക്ക് തള്ളിവിടാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ ബാറുകാർക്ക് അവർ പൈസ മുടക്കി സാധനം മേടിച്ച് വെച്ച് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ബാറിൽ പോകുന്നത് നമ്മളെപ്പോലത്തെ സാധാരണക്കാരാണ്, മനസ്സിലായോ? അപ്പോൾ ആ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ബാറുകാർക്കുള്ള പണിയല്ല. ബാറുകാരെ കുറിച്ച് ഞാൻ കുറ്റവും പറയുന്നില്ല. നിങ്ങളുടെ ബിസിനസ് നടത്തിക്കോ, വരുന്നവർ വരും, നിങ്ങൾ പൈസ മേടിക്കുക, കൊടുക്കുക, നിങ്ങൾ കുടിക്കുക, മതിക്കുക, പൈസ ഉണ്ടാക്കുക, ബിസിനസ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് നാട്ടിൽ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയണ്ടേ? എനിക്ക് കാരണം ഈ മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലം എന്താണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ മദ്യപാനം എൻ്റെ 22 വയസ്സ് മുതൽ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോൾ 41 വയസ്സായി. ഞാൻ 38 വയസ്സിൽ കുടി നിർത്തി. 38 വയസ്സിൽ ഞാൻ കുടി നിർത്തി. 38 വയസ്സിൽ കുടി നിർത്തിയ ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ 22ാമത്തെ വയസ്സിലാണ്. മനസ്സിലാകുന്നുണ്ടോ? 38 വയസ്സിൽ കുടി നിർത്തിയ ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ 22ാമത്തെ വയസ്സിലാണ്. കാഴ്ചയ്ക്ക് 41 വയസ്സുണ്ടെങ്കിലും എനിക്ക് ഇപ്പോൾ ഒരു 22 വയസ്സുകാരൻ്റെ പ്രസരിപ്പ് എൻ്റെ സ്വഭാവത്തിലുണ്ട് മദ്യപാനം നിർത്തിയപ്പോൾ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അത് മദ്യപാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ നശിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിനെ വികസിപ്പിക്കുക എന്നുള്ളതല്ല ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. പണം ഉണ്ടാക്കാൻ ഏത് വഴിയും സ്വീകരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ദയവ് ചെയ്ത് 12 മണി വരെ ബാറിൽ പോകുന്നവർ പോയിക്കോ, ഗവൺമെൻറ് കൊടുത്തോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ അംഗീകരിക്കുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി 2 തെറിയാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല കാര്യങ്ങളാണെങ്കിലും മോശം കാര്യങ്ങളാണെങ്കിലും കേൾക്കുന്നവരുടെ അഭിപ്രായം നമ്മൾ അംഗീകരിക്കണമല്ലോ. ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. തെറിയാണെങ്കിൽ തെറി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതും രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മൾക്ക് വേണ്ടത് 12 മണി വരെ വർക്ക് ചെയ്യുന്ന ബാറുകളല്ല നമുക്ക് വേണ്ടത്. ഇനിയെങ്കിലും വരുന്ന തലമുറയ്ക്കെങ്കിലും, പ്രത്യേകിച്ച് കഴിവുള്ള ഒരു തലമുറയാണ്, നല്ല കഴിവുള്ള നല്ല ഭാവിയുള്ള തലമുറയാണ് നമുക്ക് വളർന്നു വരുന്നത്. എന്തിനെക്കുറിച്ചും അറിവുള്ള നല്ല ചൂറിയോർക്കുള്ള പിള്ളേരാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് ബാറല്ല, അവർക്ക് വേണ്ടത് നല്ല ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്ന കടകളും, അല്ലെങ്കിൽ നല്ല ഹോസ്പിറ്റലുകൾ, നല്ല സ്കൂള്, നല്ല കോളേജ്. മനസ്സിലായോ? അതൊക്കെയാണ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതൊക്കെയാണ് പാതിരാത്രി വരെ 24 hours തുറന്ന് പ്രവർത്തിക്കേണ്ടത്. അത് കണ്ടാണ് ഇന്നത്തെ കുട്ടികളും വളരേണ്ടത്. 12 മണി വരെ വർക്ക് ചെയ്യുന്ന ബാർ കണ്ടല്ല വളരേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് എന്ത് കമൻറ്റ് ആയാലും എനിക്ക് കുഴപ്പമില്ല. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.